നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ജൂലൈ 22. ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് 42ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 ലോസിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലോസിൻ്റെ മാക്സിമം റേഞ്ച് ആയിരുന്നു 10,000. ആ മാക്സിമം റേഞ്ച് വരെ ട്രൈ ചെയ്ത് പിന്നീട് ട്രേഡിംഗ് ടെർമിനൽ ക്ലോസ് ചെയ്തിട്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്ന് ഏകദേശം 4 ട്രേഡുകൾ എടുത്തിരിക്കുന്നു. ഏകദേശം അതൊരു ഓവർ ട്രേഡുമാണ്. നമ്മളുടെ കോൺട്രാക്ട് നോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം നമുക്ക് 940 ഉറുപ്പിയോളം നമുക്ക് ചാർജസ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ചാർജസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ്, ടാക്സ് എല്ലാം കൂടിയിട്ട് അത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്. ഒരു 9,500 ലോസും ഉണ്ട്. ടോട്ടലി ഒരു 10,500 അടുത്ത് നമുക്ക് ഇന്ന് ലോസാണ്. ചാർജസ് വിത്ത് പൊസിഷൻസിൻ്റെ ലോസ് എല്ലാം കൂടിയിട്ട് നമ്മൾ കറണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 47,500 വരും. അപ്പോൾ ഏകദേശം 1,47,500 1,57,500 ആയിരുന്നു ഇന്നലത്തെ ക്യാപിറ്റൽ. അപ്പോൾ 1,47,500 ആയിരിക്കും ഇന്ന് ഫൈനൽ ഈ ലോസ് കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ. ഇന്ന് രാവിലെ കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റ് ടൈമിൽ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എടുത്ത സമയത്താണെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ്ക്ക് മാറുകയും ചെയ്തു. നമ്മൾ എടുത്ത പല ബ്രേക്ക് ഡൗണിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അത് പലപ്പോഴും അവിടുന്ന് റിവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻ റീസൺ. 2 ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 24,225, അതേപോലെ 24,134 ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ കിടന്നിട്ടായിരുന്നു മാർക്കറ്റ് 2 ദിവസമായിട്ട് കളിച്ചിരുന്നത്. ഈ റേഞ്ചിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ റേഞ്ചിൽ ചെറിയ ട്രേഡ്സും കിട്ടിയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ആ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്കത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇനീഷ്യലി തന്നെ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ഡൗണിൽ ഇനീഷ്യലി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റ് മോണിറ്റർ ചെയ്യാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാനായിട്ടും നല്ലത് ആ സമയത്ത് ട്രേഡ് ഒഴിവാക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ട്രേഡ് ഒഴിവാക്കി. ഏകദേശം ഒരു 11 മണിക്കൊക്കെ ആയിരുന്നു എനിക്ക് സിസ്റ്റത്തിന് മുന്നിൽ വരാൻ പറ്റിയത്. ആ സമയത്ത് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മോഡലിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സൈഡ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് എവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നാൽ അവിടുന്ന് മാർക്കറ്റ് റിക്കവറി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്ത ട്രേഡ്സ് എല്ലാം നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വന്നു. ഇങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവും ട്രേഡേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. നാളെ മാർക്കറ്റ് ഒരു സെൽ ഓൺ റൈസ് മോഡലിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു സംശയമാണ്. വൺ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന സ്ട്രെങ്ത് ഫേഡ് ഔട്ടായി പോകുന്നുണ്ട്. ഇതാ ഇവിടുന്ന് റിവേഴ്സലൊക്കെ ആയിരുന്നെങ്കിൽ ബുൾസിന് മാർക്കറ്റ് ഈ റേഞ്ചിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റിലോട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. മാർക്കറ്റ് വീണ്ടും ഒരു തിരിച്ചെടുക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അവരുടെ പൊസിഷൻസ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കേ പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ക്രൂഡിൻ്റെ പ്രൈസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ ഗ്ലോബൽ ക്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിന് അഗൈൻസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് ട്രേഡ് എടുക്കും. നാളെ ട്രേഡ് എടുക്കണോ എന്നുള്ളത് നാളെ മാർക്കറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് മാക്സിമം നോക്കിയിട്ട് തന്നെ ട്രേഡ്സ് എടുക്കുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.